നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സ്പാനിഷ് സൂപ്പർ താരമായിരുന്ന തിയാഗോ അൽക്കാന്ററ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 33-ാമത്തെ വയസ്സിൽ തന്നെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അതായത് സമീപകാലത്ത് തുടർച്ചയായി പരിക്കുകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കരിയർ നേരത്തെ ഈ ഒരു സൂപ്പർ താരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലിവർപൂളിന് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ അദ്ദേഹം തൻ്റെ മുൻ ക്ലബ്ബായ FC ബാഴ്സലോണയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ബാഴ്സ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിന്റെ കോച്ചിങ് സ്റ്റാഫിലാണ് അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇത് താൽക്കാലികമായിക്കൊണ്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. FC ബാഴ്സലോണ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന കുറച്ചാഴ്ചകൾ തിയാഗോ ഫ്ലിക്കിനൊപ്പം ബാഴ്സലോണയിൽ ഉണ്ടാകും. അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ബാഴ്സയുടെ പ്രീ സീസണിന്റെ ആ ഒരു ടൂറിന്റെ ഭാഗമാവാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ബയേൺ മ്യൂണിക്കിൽ വെച്ച് ഫ്ലിക്കിന് കീഴിൽ കളിച്ചിട്ടുള്ള താരമാണ് തിയാഗോ. ഇരുവരും ചേർന്നുകൊണ്ടായിരുന്നു 2020 ബയേണിൽ വെച്ച് ട്രിപ്പിൾ കിരീട നേട്ടം സ്വന്തമാക്കിയിരുന്നത്. FC ബാഴ്സലോണയുടെ അക്കാദമിയിലൂടെ വളർന്ന താരമാണ് തിയാഗോ. 101 മത്സരങ്ങളാണ് അദ്ദേഹം ബാഴ്സയുടെ സീനിയർ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. പിന്നീട് 2013 അദ്ദേഹം ബയേണിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് കുറച്ചു കാലം ബയേണിൽ തുടർന്നതിന് ശേഷം അദ്ദേഹം ലിവർപൂളിലേക്ക് എത്തി. 4 വർഷക്കാലം ലിവർപൂളിൽ ചിലവഴിച്ചു എന്നുള്ളതാണ്. 98 മത്സരങ്ങളാണ് അദ്ദേഹം ലിവർപൂളിന് വേണ്ടി ആകെ കളിച്ചിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ സീസണിൽ കേവലം ഒരു മത്സരം മാത്രമാണ് തിയാഗോക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ലിവർപൂളുമായുള്ള കോൺട്രാക്ട് അവസാനിച്ചിരുന്നു. തുടർന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് ബാഴ്സലോണയിൽ പുതിയ റോളിൽ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.